തൃശൂർ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്തു നിന്ന് സ്ലാബ് റോഡിലേക്ക് വീണു. കൊരട്ടിയിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ മുരിങ്ങൂർ പള്ളിയിലേക്ക് കടക്കുന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. 15 അടി മുകളിൽ നിന്നാണ് സ്ലാബ് വീണത്. വീഴ്ചയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു അനീഷ് ആന്റണി. ഗണേശ്, രാവിലെ 11 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. കൊരട്ടിയിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ മുരിങ്ങൂർ പള്ളിയിലേക്ക് കടക്കുന്ന വഴിക്ക് സമീപം വെച്ചാണ് ഈ സ്ലാബ് വീണത്. വലിയൊരു സ്ലാബാണ്, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. 15 അടി മുകളിൽ നിന്നാണ് ആ സ്ലാബ് വീണത്. ഏറ്റവും മുകളിലെ നിരയിലെ സ്ലാബാണ് താഴേക്ക് വീണത്. ഈ വീഴുന്നതിന് തൊട്ട് മുൻപ് അടിവശത്തുകൂടി ഒരു കാറ് കടന്നു പോയിരുന്നത്. പോയതിന് പുറകെയാണ് ഈ സ്ലാബ് വീണത്. അതുകൊണ്ട് മാത്രമാണ് ഒരു അപകടം, ഒരു ദുരന്തം ഒഴിവായത്. ഒരു പക്ഷേ കാറിന് മുകളിലേക്കൊക്കെ സ്ലാബ് വീണതെങ്കിൽ അപ്പാടെ കാറ് തകർന്നൊരു സാഹചര്യം ഉണ്ടായേനെ. യാത്രക്കാർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഗുരുതര പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അതെല്ലാം ഒരു ഭാഗ്യവശാൽ മാത്രം എന്ന് വേണം പറയാൻ. അത് ഒഴിവായി കിട്ടിയെന്നതുകൊണ്ട് മാത്രം മറ്റു ദുരന്തങ്ങൾ ഉണ്ടായില്ല. എന്തായാലും സ്ലാബ് അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചെറങ്ങരയിലും ഈ ഇങ്ങനെ സമാന രീതിയിൽ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക്, ഈ സർവീസ് റോഡിലേക്ക് സ്ലാബ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ 3-4 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്ലാബ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. നേരത്തെ ചിറങ്ങരയിൽ തന്നെ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തും ഇന്നിപ്പോൾ സ്ലാബ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ നേരത്തെ തന്നെ വലിയ ആരോപണമാണ് ഈ ദേശീയപാത ഈ നിർമ്മാണ കരാർ കമ്പനിക്കെതിരെ ഉന്നയിക്കുന്നത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ അടിപ്പാത നിർമ്മാണം ഒക്കെ നടക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ സുരക്ഷാ സംവിധാനം ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സ്ലാബൊന്നും ഇതുപോലെ റോഡിലേക്ക്, താഴെ സർവീസ് റോഡ്, വാഹനങ്ങൾ നിരനിരയെ പോകുന്ന ആ സ്ഥലത്തേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത്, ഈ സർവീസ് റോഡിൽ. എന്തായാലും ഈ ഒരു 11 മണി സമയമായതുകൊണ്ട് മാത്രം ഒരുപക്ഷെ അവിടെ ആ തരത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു അപകടം, വലിയൊരു ദുരന്തമൊക്കെ ഒഴിവായത്. അല്ലെങ്കിൽ വരിയായി വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഈ ദേശീയപാതയിലുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ ബ്ലോക്കാണ്. എന്തായാലും ഇന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് അത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ സ്ലാബ് വീഴുന്നതിന് തൊട്ട് മുൻപ് അതുവഴി വന്നൊരു കാറ് കടന്നു പോവുകയും ചെയ്തു. ഗണേഷ്, ശരി. തൃശൂർ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് സ്ലാബ് റോഡിലേക്ക് പതിച്ചതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് അനീഷ് ആന്റണി.